ದಾನಿ ದ ಪಮ ಪದನಿ ದ ಪಮ ಗರಿ ಗ ಮ ಪದನಿ ಸರಿ ಮ ಗರಿ ಸನಿ ದ ಪಮ ಗರಿ ಗ ಮ ಪದ ಸರಿ ಗ ಮ ರಿ ಗ ಮ ಪದ ಪಕಾಲ ಸರಿ ಗ ಮ ಪ ಧನಿ ದ ಪದ ಧನಿ ಗರಿ ನೀ ನಿ ದ ಮ ಗರಿ ಸರಿ ಗ ಮ ರಿ ಗ ಮ ಪ ಗ ಮ ಪದ ಮ ಪದ ನಿ ಗರಿ ನಿ ಸ ಸ ನಿ ನಿ ದ ದ ಪ ಗರಿ ನಿ ಸ ಸ ನಿ ನಿ ದ ದ ಪ ಗರಿ ನಿ ಸ ಸ ನಿ ನಿ ದ ದ ಪ ಗರಿ ಸ ನಿ ದ ಪ ಸ ರಿ ಗ ಮ പദ സ രി ഗ മ പ നി സ രി ഗ മ പ കാല രാവില പന്തളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂത്തന്നല കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം. എൻ്റെ പേര് കുഞ്ഞച്ചൻ. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം നീലീശ്വരം, കാലടി അടുത്ത് നീലീശ്വരം. എൻ്റെ ജന്മദേശം മലയാറ്റൂരാണ്. മലയാറ്റൂരിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് 20 വർഷം ആവണം. ഞാൻ, എൻ്റെ ഭാര്യ, 2 മക്കൾ. മ്യൂസിക്കാണ് എൻ്റെ മെയിൻ പ്രൊഫഷൻ. ബാൻഡ് ചെറുപ്പം മുതലേ 24 വയസ്സ് മുതൽ ബാൻഡ് പഠിക്കുന്നതാണ്. ബാൻഡ് ഇങ്ങനെ പോയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സാക്സോഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് കൊണ്ടുവന്ന് ഒരാൾ തന്നു. അത് വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തു. ക്ലാരിനെറ്റ് മാത്രമാണ് ഞാൻ ദക്ഷിണ വെച്ച് പഠിച്ചിട്ടുള്ളൂ. മറ്റേ ഈ സാക്സോഫോൺ എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് സപ്തസ്വരങ്ങൾ ഒരാൾ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അതും ക്ലാരിനെറ്റും ഒരുമിച്ച് കൊണ്ടുപോകും. ഞാൻ പഠിച്ചത് മലയാറ്റൂർ വിമലഗിരി എന്ന് പറഞ്ഞ പള്ളിയുടെ ഒരു അച്ഛൻ്റെ കീഴിലാണ്. നല്ലൊരു വ്യക്തിയായിരുന്നു അച്ഛൻ. അച്ഛനിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അന്നൊക്കെ ചെറിയ ടീമായിരുന്നു, ഏതാണ്ട് 15-19 ഉള്ളിലുള്ള ആളുകൾ, മെമ്പേഴ്സുള്ള ഒരു ടീമായിരുന്നു. മ്യൂസിക്കിലേക്ക് കാലെടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിലെ കൊയറാണ്. 76 മുതൽ ഒരു കൊയർ ടീം ഉണ്ടായിരുന്നു അവിടെ. അതും ഒരു അച്ഛനായിട്ടാണ് ഞങ്ങൾക്ക് കലാസദൻ എന്ന് പറഞ്ഞ പേരിൽ ഒരു ടീം അച്ഛൻ പ്ലാൻ ചെയ്ത് അവിടെ നിന്നാണ് എൻ്റെ മ്യൂസിക്കിൻ്റെ ആ ഒരു ഇത് തുടങ്ങുന്നത്. ഇത് ഞങ്ങൾ പഠിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, പുറമേ നിന്നൊക്കെ ഈ കൊറ്റമ്പത്തു നിന്നൊക്കെയാണ് ഞങ്ങൾ ബാൻഡ് സെറ്റ് വിളിക്കുന്നത്. ബാൻഡ് സെറ്റ് വിളിക്കുമ്പോൾ നല്ലൊരു പൈസയാണ് എല്ലാ വർഷവും ബാൻഡ് സെറ്റിന് വേണ്ടി പള്ളിയിലേക്ക് ഇത് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ കുറേ കൊല്ലങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ കുറച്ച് പിള്ളേർ കൂടി ഒരു ടീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് പ്ലാൻ ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്ന അച്ഛൻ ഞങ്ങളോട് സഹകരിച്ച് കുറേ പിള്ളേർക്ക് തൊഴിൽ കിട്ടുമല്ലോ എന്ന് കരുതി ഞങ്ങളതങ്ങനെ അങ്ങോട്ട് മൂവാറ്റൂരുള്ളൊരു മാഷ് വിളിച്ചു വരുത്തി. പുള്ളി ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. മാഷ് സെബാസ്റ്റ്യൻ മാഷായിരുന്നു. പുള്ളി ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. പുള്ളിയായിട്ടാണ് ഞങ്ങളെ ഇതിലേക്ക് ഇറക്കി. നല്ലൊരു ടീമായിരുന്നു. 1983 ഞങ്ങൾ അരങ്ങേറി. 6 മാസം കൊണ്ട് പഠിച്ച് ഞങ്ങൾ ഇറങ്ങേറി. അങ്ങനെ ഒരു നല്ല ടീമായിരുന്നു കാർപ്പാറ വിമലഗിരി. ബാൻഡ് സെറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എറണാകുളം ജില്ലയിൽ ബാൻഡ് സെറ്റിന് ആളുകൾ കുറവാക്കി അയക്കാനാണ്. പക്ഷെ തൃശ്ശൂർ ഏരിയ വിട്ട്, തൃശ്ശൂർ ജില്ല തുടങ്ങി അങ്ങ് മലപ്പുറം ജില്ല വരെ ബാൻഡ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ജീവനാണ്. അവരാണ് ഇപ്പോൾ നിലവിൽ ബാൻഡ് സെറ്റിന് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മെമ്പേഴ്സിന് 32 ആളുകളുള്ള ടീം വരെ ഉണ്ട്, മെമ്പേഴ്സുള്ള ടീമുകളുണ്ട്. എങ്ങനെയായാലും ഒരു 20-26 കൂടുതലാണ് എല്ലാ ടീമും. അത് കല്യാണം വരെ ആ കൊയറിലായിരുന്നു എൻ്റെ ജീവൻ ശരിക്കും പറഞ്ഞത്.
ഇതിന് പുറമേ ആയിട്ട് ഞാൻ പഠിച്ചൊരു ജോലി എന്ന് പറഞ്ഞാൽ മേസൻ പണിയാണ്. പണ്ടത്തെ കാലത്ത് കല്ല്, അതായത് വെട്ടുകല്ല് ചെത്തി പണി പഠിക്കണ ഒരു ഇതുണ്ടായിരുന്നു. അന്ന് ചെത്തി പണി പഠിച്ചതാ. കല്ല് ചെത്ത് കുറേ നാൾ കൊണ്ടുനടന്നു. അത് കഴിഞ്ഞ് കല്ല് ചെത്ത് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പതുക്കെ മേസൻ പണിയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഒപ്പം തന്നെ, ബാൻഡിൻ്റെ ഒപ്പം തന്നെ മേസൻ പണി കൊണ്ടുനടന്നു. അങ്ങനെ ഒരു വരുമാനവും കൂടി ഉണ്ടായിരുന്നു.